ഇതാണ് ന്യൂസ് 18 എന്ന് പുറത്തുവിട്ട റിപ്പോർട്ട്. നമ്മൾ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ശ്രീ ബി റെജി, കോൺഗ്രസ് സഹയാത്രികനാണ് ആദ്യം നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ റെജി, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം കേട്ടുകേൾവിക്കും അപ്പുറമുള്ള വിഷയമാണ്. ചരിത്രത്തിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പോലും ഉയരാത്ത വിധത്തിലുള്ള ഗൗരവപൂർണമായ വിഷയങ്ങളാണ് ഉയർന്നത്. കോൺഗ്രസ് മാതൃകാപരമായ നടപടി തന്നെ ആ വിഷയത്തിൽ സ്വീകരിച്ചു. അത് കോൺഗ്രസിന് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അഭിമാനത്തോടെ ആ വിഷയം ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയുന്ന ആ സാഹചര്യം ഇല്ലാതാക്കിയത് പിന്നീട് പല നേതാക്കളും നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ്. നോക്കൂ, ഇപ്പോൾ അതൊരു സുവർണ അവസരമാക്കി ഗ്രൂപ്പ് യുദ്ധം സജീവമാകുന്നു കോൺഗ്രസിൽ എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, അത് പരിഹരിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നഷ്ടപ്പെടുത്തി, അങ്ങനെ മുഖം നഷ്ടപ്പെടുത്തുകയും ഇപ്പോൾ അത് കോൺഗ്രസിൽ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക്, തമ്മിലടിയിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ദൗർഭാഗ്യകരമല്ലേ? നോക്കൂ ശ്രീമതി രേണുക, ഈ അന്ധമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ തന്ത്രങ്ങളുടെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകളാണ് ന്യൂസ് 18ന്റെ പ്രശസ്തനായ റിപ്പോർട്ടർ ശ്രീ ഡാൻ കുര്യന്റേതായി വന്നിട്ടുള്ളത്. ഇത് യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഒരു 10 വർഷമായി 9.5 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നത്. നോക്കൂ, ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണപക്ഷത്തിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷവും. ുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന് കൂടി ഉണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് അന്ധമായി കോൺഗ്രസിന്റെ ചെയ്തികളെ വിമർശിക്കുന്നതിനുള്ള ഒരവസരം പോലും പാഴാക്കാതെ അങ്ങേയറ്റം ക്രൂരമായി കോൺഗ്രസിനെ വിചിന്തനം ചെയ്യുകയാണ് ഇവിടെ പല മാധ്യമങ്ങളും ചെയ്യുന്നത്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ, അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ 9.5 മണിക്കൂറിനുള്ളിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു. അങ്ങേയറ്റം ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു അത്. 9.5 മണിക്കൂർ, 10 മണിക്കൂർ തികഞ്ഞില്ല. അയാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റി, അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തി. അതുപോലെ അത് മാത്രമല്ല, അതിനേക്കാൾ ഏറ്റവും ഉപരിയായി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തി സസ്പെൻഡ് ചെയ്തു. തുടക്കത്തിൽ തന്നെ താങ്കൾ പറയുന്നതിൽ ഇടപെടേണ്ടി വരുന്നതിൽ ക്ഷമിക്കുക, ഞാൻ ഇത്രയും ക്ഷമിച്ചത് പോലും തുടക്കത്തിൽ ഇടപെട്ടു അല്ലെങ്കിൽ ചാടിക്കേറി ഇടപെട്ടു എന്നുള്ളൊരു അപവാദം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ഞാൻ വായിച്ച ഇൻട്രോ ചോദിച്ച ചോദ്യം ഇത് താങ്കൾക്ക് ബോധ്യമുള്ളതാണല്ലോ. കോൺഗ്രസ് നടപടി സ്വീകരിച്ചില്ലെന്നോ മാതൃക ആയില്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ നടപടിയെടുത്തു, നല്ലത്. ആ നടപടിക്ക് ശേഷം പിന്നീട് അത് മാറ്റിപ്പറയേണ്ടി വന്ന സാഹചര്യം എന്താണ്? പാർട്ടിയിൽ പോലും ഇല്ലാത്തയാളെ വെള്ളപൂശാൻ നേതാക്കൾ ഇറങ്ങി നടന്ന് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചതല്ലോ. നോക്കൂ രേണുക, ഇവിടെ ഈ കേരളത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാ അക്രമങ്ങളെയോ അല്ലെ അനീതികളെയോ അങ്ങേയറ്റം കേരള സമൂഹം ചെറുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ആ ദിശയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നോക്കൂ, ഒരു പരാതിക്കാരില്ലാതെ, ഒരു പരാതിയില്ലാതെ അന്തരീക്ഷത്തിൽ ഉയർന്ന ഒരു വിവാദം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് അക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചു. അപ്പൊ ഇവിടെ ഇരയില്ലാതെ, ഇവിടെ ആദ്യം ബഹുമാനനായ മുഖ്യമന്ത്രി ഇരയെ തേടി ഇറങ്ങി, ഇരയ്ക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്ന് പറഞ്ഞു. അതിനുശേഷം ശ്രീ രജി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഈ പരാതി എവിടെ നിന്നാണ് വന്നത് എന്നത് താങ്കൾക്ക് അറിയാമല്ലോ. കോൺഗ്രസ് സഹയാത്രികയായ ഒരു യുവതിയാണ് ഈ പരാതി ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ലെന്നോ അറിഞ്ഞിട്ടില്ലെന്നോ തന്റെ പിതാവിനെ പോലെ എന്ന് ആ പെൺകുട്ടി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പ്രതിപക്ഷ നേതാവിന് പരാതി കിട്ടിയോ ഇല്ലയോ? നോക്കൂ, അത് സംബന്ധിച്ച് ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പരാതി കിട്ടിയിട്ടില്ല എന്നല്ല പറഞ്ഞത്. ആ വിഷയം അറിഞ്ഞപ്പോൾ താൻ ഒരു പിതാവ് എങ്ങനെ ഇടപെടും, ആ രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പരാതി ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു പരാതി പാർട്ടിക്ക് കിട്ടിയിട്ട് അതിൽ എന്ത് നടപടി ഉണ്ടായി എന്നൊരു ചോദ്യമില്ലേ? അങ്ങനെ ഒരു പരാതി കിട്ടുകയും അതിൽ ഇടപെട്ടു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ശേഷവും താങ്കൾ ഇന്നും ഈ ചർച്ചയിൽ പരാതിയില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഈ പാർട്ടികൾക്ക് കിട്ടുന്ന പരാതി പാർട്ടികൾ തന്നെ അന്വേഷിക്കുന്നു, പാർട്ടി കമ്മീഷൻ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞു നടന്നവരല്ലേ നിങ്ങൾ? നിങ്ങൾ തന്നെ ഇപ്പോൾ കിട്ടിയ പരാതി അതിൽ ഒരു നടപടിയും എടുക്കാതെ പൂഴ്ത്തിവെച്ചിട്ട് ആ പെൺകുട്ടിക്ക് തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് ആ പെൺകുട്ടി തുറന്നു പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നു ഒരു പരാതിയും ഇല്ല എന്ന്. അതും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, നടപടിയെടുത്ത് പുറത്താക്കിയ ആളെയാണ് താങ്കൾ ഉൾപ്പെടെ വെള്ളപൂശുന്നത്.
നോക്കൂ രേണുക, കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും സ്വീകരിക്കാത്ത അത്യന്തം സീരിയസ് ആയിട്ടുള്ള ഉന്നതമായ നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ അങ്ങേക്കും തർക്കമില്ലല്ലോ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളെ തമസ്കരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ബഹുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു അത്തരത്തിലുള്ള ഒരു സമീപനമാണ് ഇവിടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെ ഇഴകീറി പരിശോധിക്കുക, എന്നാൽ ഭരണപക്ഷത്തുണ്ടാകുന്ന വീഴ്ചകളെ അപ്പാടെ കണ്ണടയ്ക്കുകയോ വിട്ടുകളയുകയോ ചെയ്യുന്ന വീഴ്ചയാണ് ശ്രീ റെജി കണ്ണടച്ചിട്ടുള്ളത്. ഏത് വീഴ്ചയെ മാധ്യമങ്ങൾ കണ്ണടച്ചു കൊടുത്തു എന്ന് കൂടി താങ്കൾ പറയണം. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാം മാധ്യമങ്ങൾക്ക് മേൽ കെട്ടിവെക്കരുത്. ഈ പരാതി വന്നത് മാധ്യമങ്ങളിലൂടെയല്ല, നിങ്ങളുടെ സഹയാത്രികയാണ് ഈ പരാതി പുറത്തു പറയേണ്ടി വന്നത്. 13 പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം ഉയർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള പരാതികളും പ്രശ്നങ്ങളും എന്താണ് എന്നറിയാം. ഇത് ഒരു പരാതിയിൽ ഒതുങ്ങില്ല എന്നും ഇങ്ങനെ തുടർ പരാതികൾ വരുമെന്നും പാർട്ടിക്ക് തലവേദനയാകുമെന്നും മനസ്സിലാക്കി തന്നെയാണല്ലോ ആദ്യഘട്ടത്തിൽ നടപടിയുണ്ടായത്. ഈ രാഹുലിനെ കൊണ്ടു നടന്ന എല്ലാ അവസരങ്ങളും വാഗ്ദാനം ചെയ്ത് കൊണ്ടു നടന്ന ആളുകൾ തന്നെയാണല്ലോ ആദ്യം രംഗത്ത് വന്നത്. അക്കാര്യത്തിലൊന്നും താങ്കൾക്ക് സംശയമില്ലല്ലോ? നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിനോ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതിനോ ഒരു കോൺഗ്രസ് പ്രവർത്തകനും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടെ ന്യായ സംഹിതകളുണ്ട്, ഇവിടെ നിയമവാഴ്ചയുണ്ട്. നിയമപരമായി അത് തെളിയിക്കട്ടെ. നോക്കൂ, ഞാൻ ഇന്ന് മാധ്യമങ്ങൾ തമസ്കരിച്ചു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഇന്ന് ഉയർന്നു വന്ന ഒരു വാർത്ത നോക്കൂ. SFI ഒരു മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഒരു അധ്യാപകനെ 11 വർഷമായി ക്രൂരമായിട്ട് സംശയത്തിന്റെ മുൾമുനയിൽ നിന്ന ഒരു അധ്യാപകനെ കോടതി കുറ്റക്കാരനല്ലത് കണ്ട് വെറുതെ വിട്ടു. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഭരണത്തിന്റെയും പോലീസിന്റെയും പിൻബലത്തിൽ ഭരണപക്ഷം നടത്തുന്ന ക്രൂരമായ അധിക്ഷേപങ്ങളുടെയും അതിനെ മിസ്യൂസ് ചെയ്യുന്നതിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നല്ലേ അത്? അതും എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനം, നമ്മുടെ നാട് ചർച്ച ചെയ്യുന്നില്ല? ഞാൻ പറയുന്നത് ആ അധ്യാപകൻ ആദ്യം മുതൽ തന്നെ അതിനെതിരെ സാധ്യമായ വഴിയിലെല്ലാം പോരാട്ടം നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെ വരുന്ന പരാതികൾ 100% വ്യക്തമാണ്, കൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല. നോക്കൂ, നിങ്ങളുടെ പാർട്ടിയിൽ തുടരാൻ, ഒരു അംഗമായി പോലും തുടരാൻ യോഗ്യനല്ല എന്ന് കണ്ടാണല്ലോ മാറ്റി നിർത്തിയിരിക്കുന്നത്. അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്ന് കണ്ടാണല്ലോ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് നടപടിയെടുത്ത ഒരാളെ പിന്നീട് ന്യായീകരിക്കേണ്ടുന്ന എന്ത് സാഹചര്യമാണുള്ളത്? ഒന്നുകിൽ നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുക, നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലെങ്കിൽ, ഈ പരാതി ഫേക്ക് ആണ് എന്ന് ഉണ്ടെങ്കിൽ, മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കാതെ അതിനെ നേരിടുകയാണല്ലോ വേണ്ടത്. അങ്ങനെയാണല്ലോ ധൈര്യമുള്ളവർ നേരിടുക. അങ്ങനെയല്ല, പരാതി കിട്ടി 9.5 മണിക്കൂറിനകം നടപടിയെടുത്തു എന്ന് പറയുന്നു, അതിനുശേഷം വന്നിട്ട് തെളിവ് എവിടെയെന്ന് ചോദിക്കുന്നു, അതിനുശേഷം പറയുന്നു ഞങ്ങളുടെ അധ്യക്ഷനായി ഇരിക്കാൻ പറ്റാത്ത ആളെ നിയമസഭയിൽ ഞങ്ങൾ അയക്കുമെന്ന് പറയുന്നു, സംസാരിക്കട്ടെ എന്ന് പറയുന്നു, AALA എന്ന് പറയുന്നു. അപ്പോൾ അതാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം. രാഹുലിനെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരുമായി 2 വിഭാഗം ഉടലെടുത്തിരിക്കുന്നു. ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നവരാണോ അതോ അവരുടെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അവരുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു റിഫ്റ്റ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നു എന്ന് താങ്കൾ സമ്മതിക്കേണ്ടി വരില്ലേ? നോക്കൂ, രേണുക ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയാണ് CPIയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീമതി ശ്രീനാദേവി കുഞ്ഞമ്മ അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരള സമൂഹത്തെ അറിയിച്ചിട്ടുള്ളത്. അതായത് സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമം പരിഹാസ്യമാണ്, അത് തെറ്റാണ് എന്ന് പറയുകയാണ്. നോക്കൂ, നിങ്ങൾ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുക. ഞങ്ങൾ ആരും ഈ ലോകത്ത് ആരെങ്കിലും അതിനെതിരെ നിൽക്കുമോ? നിങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തുക, നിങ്ങൾ കുറ്റക്കാരാണെന്ന് നിയമസംഹിത പ്രകാരം തെളിയിക്കുക, അയാളെ ശിക്ഷിക്കുക. അതിനോട് കേരളീയ സമൂഹം അതിനൊപ്പം ചേർന്ന് നിൽക്കും. പക്ഷെ സാങ്കല്പികമായി വിക്ടിമിനെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഒരാളെ അങ്ങേയറ്റം ഒരു തെളിവുകളില്ലാതെ കുറ്റക്കാരനാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അത് അങ്ങേയറ്റം രാഷ്ട്രീയപരമായി മാത്രം. എന്നാൽ BJPയിലാകട്ടെ CPMലാകട്ടെ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ശ്രീ M. മുനീർ ഒരു പരാതി നൽകി, അത് സംബന്ധിച്ച് എന്ത് നടപടിയെടുത്തു? തൃശ്ശൂര് DYFIയുടെ ഒരു നേതാവ് അദ്ദേഹത്തെ തരം താഴ്ത്തി. ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഒരു വാർത്ത അദ്ദേഹത്തെ വീണ്ടും ആ പഴയ ഘടകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുന്നു എന്ന് വന്നിരിക്കുന്നു. അപ്പൊ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ നടപടികൾക്ക് അതീതമായി കോൺഗ്രസ് അതിന്റെ ഉന്നതമായ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. അത് അങ്ങേയറ്റം സുതാര്യതയോടെ ധാർമ്മിക നിലവാരം ഉയർത്തിപ്പിടിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഷാബു പ്രസാദ്,
വലിയ പ്രതിഷേധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. പക്ഷേ മാതൃകാപരമായ നടപടി എന്ന നിലയിൽ നടപടികൾ വരുന്നതിന് ശേഷം ആ പ്രതിഷേധം കുറേയധികം കെട്ടടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ റിഫ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. നടപടി അത് എടുക്കേണ്ടത് തന്നെ